സത്യം സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. ഈ മരുയാത്രയിൽ യേശുമതി ഇന്നുവരെ തുണച്ചോ, ഇല്ലിതുപോലൊരു നല്ല നാഥൻ ഇത്രമാം കാരുണ്യവാൻ. നീ മതി നാഥാ യേശുദേവാ, നിൻ തിരുസന്നിധി മാത്രം മതി. നിത്യതയിൽ ഞാനെത്തുവോളം നിൻ തിരുമാർവിടം എന്ന ഭയം. സത്യസത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ. ദൈവതിരുനാമത്തിന് മഹത്വം. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പുസ്തകങ്ങൾ ലോകത്തെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നിർവചിക്കാനാവാത്ത ഒരു വിഷയമാണ്. ലോകത്തിൻ്റെ ചരിത്രത്തിൽ നാം എത്ര പിന്നോട്ട് പോയാലും അവിടെയൊക്കെയും പുസ്തകങ്ങളുടെ സ്വാധീനങ്ങളും കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഈ കാലഘട്ടത്തിലും പുസ്തകങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. എന്നാൽ പുസ്തകങ്ങളുടെ പുസ്തകം എന്ന് പറയാൻ കഴിയുന്ന വിശുദ്ധ ബൈബിളിൽ നിന്നാണല്ലോ നാം ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ബൈബിളിനെക്കുറിച്ച് പറയുന്ന ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കുവാനായിട്ട് ദൈവത്തിൽ ആശ്രയിക്കാം. അതിനായി യാക്കോബ് എഴുതിയ ലേഖനത്തിലെ ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21 മുതൽ ഉള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിന് ചെയ്യുന്നവരായും ഇരിപ്പിൻ. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നുവെന്ന് ഉടനെ മറന്നുപോകുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടു മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. ഈ വാക്യങ്ങളിലൂടെ ദൈവവചനത്തിൻ്റെ കുറേ പ്രത്യേകതകൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഒന്നാമത്, ദൈവവചനമായ ബൈബിളിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് എന്താണ്? രക്ഷിപ്പാൻ ശക്തിയുള്ളത് എന്നാണ്. രക്ഷിപ്പാൻ ശക്തിയുള്ളത്. ഒരു പുസ്തകം എങ്ങനെയാണ് മനുഷ്യൻ രക്ഷിക്കുന്നത്? ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു പുസ്തകം കൈവശമുള്ളത് കൊണ്ട് രക്ഷപ്പെടാം, ആ സാഹചര്യത്തെ അതിജീവിക്കാം എന്ന് പറയാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ ആളുകളുടെ മനസ്സിൽ ചോദ്യങ്ങൾ വരാൻ സാധിക്കും. എന്നാൽ മനുഷ്യന് രക്ഷ തരുവാൻ ശക്തിയുള്ളതാണ്, മതിയായതാണ് ദൈവത്തിൻ്റെ വചനമെന്ന് ദൈവത്തിൻ്റെ വചനം അതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. മനുഷ്യന് രക്ഷ ആവശ്യമായിരിക്കും ഒത്തിരി മേഖലകളുണ്ട്. മനുഷ്യൻ്റെ സങ്കടങ്ങൾ അവനെ വല്ലാതെ അലട്ടും. എപ്പോഴും എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളും നിരാശകളും മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ട്. ഈ സങ്കടങ്ങളെ നിരാശകളെ അകറ്റുവാനായിട്ട് സുഹൃത്തുക്കളുടെ സഹായം തേടാറുണ്ട്, യാത്രകൾ പോവാറുണ്ട്, പല മാർഗങ്ങൾ ആളുകൾ ഉപയോഗിക്കാറുണ്ട്. ചിലരാകട്ടെ മദ്യപാനത്തിലേക്കും മയക്കുമരുന്നിലും ഒക്കെ പോകാറുണ്ട്. നിരാശകളെ അകറ്റുവാനും സങ്കടങ്ങൾ മാറ്റുവാനുമാണ് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഈ സങ്കടങ്ങൾ വർദ്ധിക്കുകയേ ചെയ്യുന്നുള്ളൂ. മദ്യപാനവും ഡ്രഗ്സും ഇങ്ങനെയുള്ളതൊക്കെയും നമ്മളെ നശിപ്പിച്ച് നമ്മളെ ഇല്ലാതാക്കി കളയുകയുള്ളൂ. എന്നാൽ നമ്മുടെ സങ്കടങ്ങളെ മാറ്റിക്കളയുവാൻ അവയ്ക്ക് കഴിവില്ല. നമ്മുടെ ഫ്രണ്ട്സിനും
നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ പരിചയക്കാർക്ക്, നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ പരിധിയുണ്ട്. എന്നാൽ നമ്മുടെ മാനസികമായ പരാജയങ്ങളിൽ നിന്ന്, മാനസികമായ പിരിമുറുക്കങ്ങളിൽ നിന്ന് ഒരു രക്ഷ നമുക്ക് ആവശ്യമാണെങ്കിൽ അത് തരുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. ദൈവവചനം നമ്മെ മനഃശാന്തിയിലേക്കും സമാധാനത്തിലേക്കും നയിക്കും. ഇനി അതുമാത്രമല്ല, ജീവിതത്തിൻ്റെ പാതകൾ, ഒരു ബിസിനസ് ചെയ്യുന്നെങ്കിൽ പരാജയപ്പെട്ടു പോകുന്നു. ബിസിനസ് എങ്ങനെ ചെയ്യണമെന്നറിയില്ല, ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹം. എന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുക, ശ്രദ്ധിക്കുക. ആ വിഷയങ്ങളിൽ പോലും മനുഷ്യൻ്റെ ബിസിനസ്സിലോ ഇടപാടുകളിലോ പോലും വിജയം കൈവരിക്കുവാൻ തക്കവണ്ണമുള്ള സഹായം ചെയ്യുവാൻ ഈ ദൈവവചനത്തിന് കഴിവുണ്ട്. ഈ ദൈവവചനത്തിൻ്റെ നിയമങ്ങളും വിവരണങ്ങളും ശ്രദ്ധിക്കുകയും പാലിക്കുകയും ചെയ്താൽ നമ്മൾ ബിസിനസ്സിലും വിജയിക്കും, ജീവിതത്തിൻ്റെ ഇടപാടുകളിലും വിജയിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് വിഷയങ്ങളിലുമുള്ള വിജയം തരുവാൻ തക്കവണ്ണം ശക്തിയുള്ളൊരു പുസ്തകമാണ്. ഇന്ന് രക്ഷിപ്പാൻ ശക്തിയുള്ളത് എന്ന് പറയുമ്പോൾ ഒരു വലിയ രക്ഷ ആ വാക്കിന് പിന്നിലുണ്ട്. എന്താണ് ആ വലിയ രക്ഷ? ഒരു വലിയ ശത്രുവിൻ്റെ പിടിയിലാണ് മനുഷ്യനൊക്കെയും. തൻ്റേതല്ല എങ്കിലും ഈ ലോകം മുഴുവനും കൈവശമാക്കി വച്ചിരിക്കുന്ന ഒരു ശത്രു. എല്ലാ രാജ്യങ്ങളും എല്ലാ സംസ്കാരങ്ങളും കീഴടക്കി ഭരിക്കുന്ന ഒരു ശത്രു. അവരാണ് പിശാച്. ഈ പിശാചിൻ്റെ, സാത്താൻ്റെ കീഴിൽ അടിമകളായി കഴിയുന്നവരാണ് സാധാരണ മനുഷ്യൻ. എങ്ങനെയാണ് അവൻ്റെ അടിമകളായി കഴിയുന്നത്? പിശാചിൻ്റെ ആഗ്രഹപ്രകാരം പാപം ചെയ്ത് മുന്നോട്ട് പോകുന്ന എല്ലാ മനുഷ്യനും പിശാചിൻ്റെ അടിമത്തത്തിലാണ് കഴിയുന്നത്. പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. ഈ കൊടും ഭീകരൻ്റെ കയ്യിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ ശക്തിയുള്ള ഒരു സംവിധാനവും നമുക്ക് ചുറ്റുമില്ല. നാം എവിടെ അന്വേഷിച്ചാലും ഏത് മാർഗം തിരഞ്ഞാലും നമ്മുടെ ശത്രുവായ പിശാചിൻ്റെ അടിമത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ നമുക്ക് മാർഗങ്ങളില്ല. ഇന്ന് ദൈവത്തിൻ്റെ വചനം അതിനെക്കുറിച്ച് പറയുന്നു, രക്ഷിപ്പാൻ ശക്തിയുള്ളതാണ്. ശത്രു എത്ര പ്രബലനാണ് എന്നുള്ളതിനനുസരിച്ചാണ് ആ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുവാനുള്ള സംവിധാനങ്ങൾ ഒരുങ്ങേണ്ടത്. എന്നാൽ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ, വിടുവിക്കുവാൻ ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം നമുക്ക് രക്ഷയ്ക്കായുള്ള ശക്തിയാണ്. സുവിശേഷത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, നശിച്ചു പോകുന്നവർക്കത് ഭോഷത്വമാണെങ്കിലും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാകുന്നു എന്നാണ്. അതെ, കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള സുവിശേഷം ഈ ദൈവത്തിൻ്റെ വചനം നമ്മോട് പങ്കുവയ്ക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ പാപയാഗമായി തീർന്നുവെന്നും മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയെന്നും അവൻ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതായിരിക്കുന്ന സുവിശേഷ സന്ദേശം ഈ ദൈവവചനമായ ബൈബിൾ നമ്മളോട് പങ്കുവയ്ക്കുന്നു. ഇത് കേൾക്കുകയും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർക്ക് പാപക്ഷമയും രക്ഷയും സ്വാതന്ത്ര്യവും ദൈവം ഈ വചനത്താൽ നൽകുന്നു. അതുകൊണ്ട് ഈ ദൈവവചനത്തെക്കുറിച്ച് പറയുന്നത് എത്രയോ യാഥാർത്ഥ്യമാണ്. ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും രക്ഷ തരുവാൻ കഴിവുള്ളതാണ്, നമ്മെ സഹായിക്കുവാൻ കഴിവുള്ളതാണ് ദൈവവചനം. എന്നാൽ അതിനേക്കാളെല്ലാം അധികമായി പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന മനുഷ്യനെ പാപത്തിന് ശിക്ഷയായി നിത്യമായ നരകത്തിൽ നിന്ന് രക്ഷിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ വചനം നമ്മുടെ സമീപത്തുണ്ട്. നമുക്കതിനെ ഉപയോഗിക്കാം. അതുമാത്രമല്ല, രണ്ടാമത് ഈ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് നാം ഇവിടെ വായിച്ചത് കണ്ണാടി എന്നാണ്. കണ്ണാടി പോലെയാണ്, കണ്ണാടിക്ക് സദൃശ്യമാണ് ദൈവവചനം എന്ന് നാം ഇവിടെ വായിച്ചു. ഒരു കണ്ണാടി കൊണ്ട് എന്താണ് പ്രയോജനമുള്ളത്? നമ്മുടെ അവസ്ഥയെ അത് മനസ്സിലാക്കി തരുവാനായിട്ട് സഹായിക്കുമല്ലേ? നമ്മുടെ മുഖം എങ്ങനെയാണ്, നമ്മുടെ ആകൃതി എങ്ങനെയാണ്, നമ്മുടെ അവസ്ഥ എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കി തരുവാനായിട്ട് കണ്ണാടിക്ക് കഴിയുമല്ലോ. അതുപോലെ യഥാർത്ഥത്തിൽ നമ്മൾ ആരാണ്, നമ്മുടെ അവസ്ഥ എന്താണ്, നമ്മുടെ എവിടെയാണായിരിക്കുന്നത്, ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്താണ്, ഇതെല്ലാം കാണിച്ചു തരുവാൻ കഴിയുന്ന ഒരു കണ്ണാടിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ബൈബിൾ എന്ന പുസ്തകം. ഈ കണ്ണാടിക്കുള്ള പ്രത്യേകത, സാധാരണ കണ്ണാടിക്ക് നമ്മുടെ മുഖം കാണിച്ചു തരുവാനുള്ള കഴിവുണ്ട്. എന്നാൽ സാഹചര്യത്തെ കണ്ണാടിയിൽ നോക്കി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ മുഖത്തെ എത്രമാത്രം ശോഭയുള്ളതാണ്, എത്രമാത്രം ക്രമീകരിക്കാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തരുവാനായിട്ട് കണ്ണാടിക്ക്, ഒരു സാധാരണ കണ്ണാടിക്ക് കഴിയും. ഇത് ഈ വചനമാകുന്ന കണ്ണാടിക്ക് നമ്മുടെ മുഖത്തെ മാത്രമല്ല നമ്മുടെ ഹൃദയത്തെയും കാണിച്ചു തരുവാനും ക്രമീകരിക്കുവാനുള്ള സഹായം, വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തരുവാനും കഴിയും. ഇനി അതുമാത്രമല്ല, നാം ആയിരിക്കുന്ന സാഹചര്യം, നമ്മുടെ രാജ്യത്തിൻ്റെ സാഹചര്യം, ലോകത്തിൻ്റെ സാഹചര്യം,
ഇതെല്ലാം കാണിച്ചു തരുന്ന ഒരു കണ്ണാടി കൂടെയാണ് ദൈവവചനമാകുന്ന കണ്ണാടി. ഈ ലോകത്ത് യുദ്ധങ്ങൾ പെരുകുന്നു, അസമാധാനം പെരുകുന്നു, വർഗീയവാദികളുടെ എണ്ണം പെരുകുന്നു, അതിക്രമങ്ങളും പാപങ്ങളും പെരുകുന്നു. എന്തുകൊണ്ട് ഇത് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു സാധാരണ കണ്ണാടിയിൽ നോക്കിയാൽ നമുക്കതിന് മറുപടിയില്ല. എന്നാൽ വചനമാകുന്ന കണ്ണാടിയിൽ നോക്കിയാൽ ആ വിഷയവും നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. വചനമാകുന്ന കണ്ണാടി ഈ ലോകത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട്. ഈ ലോകത്ത് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു, അതിൻ്റെ കാരണം എന്താണ്, ഇതെല്ലാം കാണിച്ചു തരുവാനായിട്ട് വചനമാകുന്ന കണ്ണാടിക്ക് സാധിക്കും. ഈ ലോകത്തിന് സൃഷ്ടിതാവായിരിക്കുന്ന ദൈവത്തെ കൂടെ കാണിച്ചു തരുവാനായിട്ട് ഈ കണ്ണാടിക്ക് കഴിയും. സാക്ഷാൽ ദൈവം എങ്ങനെയുള്ളവനാണ്, അവൻ്റെ പ്രത്യേകതകൾ എങ്ങനെയാണ്, അവൻ്റെ സ്നേഹം എങ്ങനെയുള്ളതാണ്, ആ സ്നേഹം എങ്ങനെയാണ് പ്രദർശിക്കപ്പെട്ടത്, ഇതെല്ലാം കാണിച്ചു തരുവാനായിട്ട് ദൈവത്തിന് വചനമാകുന്ന കണ്ണാടിക്ക് കഴിയും. അതെ സ്നേഹിത, താങ്കളെ സ്നേഹിച്ച ഒരു ദൈവത്തെ ഈ വചനമാകുന്ന കണ്ണാടിയിൽ നോക്കി കാണുവാനായിട്ട് സാധിക്കും. കാൽവരി ക്രൂശിൽ താങ്കളുടെ പാപങ്ങൾക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച സ്നേഹനിധിയായ ഒരു ദൈവത്തെ കണ്ടെത്തുവാൻ ഈ കണ്ണാടിയെ നോക്കിയാൽ സാധിക്കും. അതുകൊണ്ട് ദൈവവചനം കണ്ണാടിക്ക് സദൃശ്യമാണ് എന്ന് പറയുന്നത് എത്രയോ യാഥാർത്ഥ്യമാണ്. ഈ കണ്ണാടിയിലേക്ക് നോക്കാം, നമ്മളെ തന്നെ മനസ്സിലാക്കാം. ഈ ലോകത്തെ നമുക്ക് കാണാം, നമ്മുടെ സൃഷ്ടിതാവിനെ കാണാം, അവൻ്റെ സ്നേഹത്തെ കാണാം, ആ സ്നേഹത്തിൻ്റെ പ്രദർശനമായ കാൽവരി ക്രൂശിനെ കാണാം. പാപവിമോചനം നേടുവാൻ ഒക്കെയും നമുക്ക് സാധിക്കും. അതുകൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവവചനത്തെക്കുറിച്ച് പറയുന്ന കണ്ണാടി എന്നാണ്. മൂന്നാമത് വിശുദ്ധ ബൈബിളിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്: സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം എന്നാണ്. സ്വാതന്ത്ര്യം തരുന്ന പുസ്തകമാണ് ദൈവത്തിൻ്റെ വചനം. സ്വാതന്ത്ര്യം തരുവാനൊരു പുസ്തകത്തിന് കഴിയുമോ? എങ്ങനെയാണ് കഴിയുന്നത്? സ്വാതന്ത്ര്യം തരുവാനായിട്ട് ദൈവത്തിൻ്റെ വചനമായ ബൈബിളിന് കഴിയുമെന്നാണ് ദൈവവചനം പറയുന്നത്. താങ്കളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഭാരതത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഭാരതത്തിൻ്റെ സംസ്കാരം എത്രത്തോളം കിരാതമായിരുന്നു, ഇരുണ്ടതായിരുന്നു, അധപ്പതിച്ചതായിരുന്നു ഒരു നാൾ. എന്നാൽ ഇന്ന് മനുഷ്യർക്ക് എത്ര സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ സാധിക്കുന്നു. ഒരു കാലത്ത് ഭർത്താവ് മരിച്ചുപോയ സ്ത്രീക്ക് പിന്നെ ജീവിച്ചിരിക്കുവാൻ അവകാശമില്ല. സതി എന്ന വളരെ കിരാതമായിരിക്കുന്ന സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എങ്ങനെ അത് നീങ്ങിപ്പോയി? ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നമ്മുടെ നാട് എങ്ങനെ വിമോചിക്കപ്പെട്ടു? എങ്ങനെ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു? ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ ഈ ഭാരതദേശത്തിലേക്ക് കടന്നു വന്നതുകൊണ്ടും ഇത് പ്രസംഗിക്കപ്പെട്ടതുകൊണ്ടും ഇതിൻ്റെ സ്വാധീനം മനുഷ്യരിലേക്ക് പടർന്നുകൊണ്ടുമാണ് സതി മുതലായ അനാചാരങ്ങൾ, ദുരാചാരങ്ങൾ നീങ്ങിപ്പോയത്. അതുപോലെ എല്ലാ കാലത്തും ഉണ്ടായിരുന്ന അനവധി ദുരാചാരങ്ങളും കിരാതമായിരിക്കുന്ന രീതികളും ഒക്കെ ദേശങ്ങളിൽ നിന്ന് മാറിപ്പോയത് ദൈവത്തിൻ്റെ വചനത്താലാണ്. അനേക രാഷ്ട്രങ്ങളെ ഈ ദൈവത്തിൻ്റെ വചനം സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, നമ്മുടെ ജീവിതങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരും. ചിലരൊക്കെ പറയും, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് നോക്കരുത്, ഇത് തിന്നരുത്, അത് കുടിക്കരുത്. ഇതൊക്കെ പറയുന്നത് സ്വാതന്ത്ര്യക്കേടാണ് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വചനം യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൽ നമ്മെ ജീവിക്കുവാൻ സഹായിക്കേണ്ടതിനാണ് ചില അരുതുകൾ നമ്മളോട് പറയുന്നത്. മനുഷ്യൻ ഏതെങ്കിലും ഒന്നിന് കീഴ്പ്പെട്ടാണ് ഇരിക്കുവാനായിട്ട് കഴിയുന്നത്. ഒന്നെങ്കിൽ പിശാചിനും അവൻ്റെ നിയമങ്ങൾക്കും അടിമപ്പെട്ട് അത് സ്വാതന്ത്ര്യമാണ് എന്ന് പിശാച് പറയുമായിരിക്കും. എന്നാൽ അത് സ്വാതന്ത്ര്യമല്ല. ഏറ്റവും വലിയ അടിമത്തത്തിലേക്ക് നമ്മെ കൊണ്ടുപോകേണ്ടതിനാണ് പിശാച് സ്വാതന്ത്ര്യം എന്ന വ്യാജേന ചില നിയമമില്ലായ്മ നമുക്ക് മുമ്പിൽ തുറന്നു വയ്ക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും. പിശാചിൻ്റെ സ്വാധീനത്തിൽ നിന്നും അടിമത്തിൽ നിന്നും നമ്മെ വിടുവിക്കും. അതുമാത്രമല്ല, പിശാചിൻ്റെ സ്വാധീനത്താലും നമ്മുടെ ജഡത്തിൻ്റെ പോരായ്മയാലും വന്നു ചേർന്ന പാപം, അതിൻ്റെ ഫലമായുള്ള നിത്യനരകശിക്ഷ, ഇതെല്ലാം മാറ്റി സ്വാതന്ത്ര്യമുള്ള ദൈവമക്കളായി ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരായി നമ്മെ തീർക്കും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വാസമർപ്പിക്കുന്ന ഏവർക്കും അവൻ മൂലം പാപമോചനമുണ്ട് എന്നുള്ള വിഷയം ദൈവത്തിൻ്റെ വചനം നമ്മോട് പറഞ്ഞു തരുന്നുണ്ടല്ലോ. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവർ സ്വതന്ത്രരാണ്. ഇനിയും അടിമനുഖത്തിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വാതന്ത്ര്യം തരുവാൻ
സ്വാതന്ത്ര്യത്തിൻ്റെ ജീവിതം തരുവാൻ ദൈവത്തിൻ്റെ വചനത്തിനുള്ള പങ്ക് വളരെ വലിയതാണ്. അതുകൊണ്ട് ഈ ദൈവവചനത്തെക്കുറിച്ച് ദൈവവചനം പറയുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണമെന്നാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ പ്രമാണമായിരിക്കുന്ന ഈ പുസ്തകം കൈക്കൊള്ളുകയും അതിനെ വായിക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുപോലെ തന്നെ ദൈവവചനത്തെക്കുറിച്ച് ബൈബിൾ പറയുന്ന മറ്റൊരു വിഷയം തികഞ്ഞ ന്യായപ്രമാണമെന്നാണ്. അത് തികവുള്ളതാണ്. ഈ ലോകത്ത് പുസ്തകങ്ങൾ അനവധി ഉണ്ടെങ്കിലും തികഞ്ഞ പുസ്തകം, പൂർണ്ണതയുള്ള പുസ്തകം എന്ന് പറയുവാൻ ഏത് പുസ്തകമാണുള്ളത്? എല്ലാ പുസ്തകങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അതിൻ്റെ അവസാന പേജിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് കടപ്പാട് എന്ന് എഴുതി കുറേ പുസ്തകങ്ങളുടെ പേരുകളും കുറേ പേജ് നമ്പറുകളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്താണെന്നറിയാമോ? ആ പുസ്തകങ്ങൾ പല പുസ്തകങ്ങളോടും കടപ്പെട്ടിരിക്കുന്നു, പല രചയിതാക്കളോടും കടപ്പെട്ടിരിക്കുന്നു, പല സാഹചര്യങ്ങളോടും കടപ്പെട്ടിരിക്കുന്നു. ഇനി അതുമാത്രമല്ല, പരിഷ്കരിച്ച പതിപ്പ് എന്ന് പറഞ്ഞ് ചില പുസ്തകങ്ങൾ പുറത്ത് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് പരിഷ്കാരം ആവശ്യമായ പുസ്തകമാണ്. അതിനോട് ചിലത് കൂട്ടിച്ചേർക്കേണ്ടത് ആവശ്യമാണ്. അതൊന്നും തികഞ്ഞ പുസ്തകങ്ങളല്ല. എന്നാൽ ഇതാ ബൈബിളിനെക്കുറിച്ച് ബൈബിൾ വിളിക്കുന്നത് എന്താണ്? തികഞ്ഞ ന്യായപ്രമാണം. തികഞ്ഞതാണ്, പൂർണ്ണതയുള്ളതാണ്. അതിനോടൊന്നും കൂട്ടിച്ചേർക്കുവാനായിട്ടില്ല. എല്ലാ വിഷയങ്ങളും അതിനകത്തുണ്ട്. അതിനോടൊന്നും വിശദാംശങ്ങൾ കൂട്ടിച്ചേർക്കാൻ ആവശ്യമില്ലാതെ വണ്ണം അതിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും കയ്യിലിരിക്കുന്ന പുസ്തകം എത്ര നിസ്തുല്യമാണെന്നറിയാമോ? ഏത് വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചാലും പറഞ്ഞു തരുവാൻ കഴിയുന്ന ഒരേ ഒരു പുസ്തകമേ ഉള്ളൂ, ബൈബിൾ. ഇതൊരു ശാസ്ത്ര പുസ്തകമല്ലേ എങ്കിലും ശാസ്ത്ര സത്യങ്ങളെ ലംഘിക്കാത്ത പുസ്തകമാണ്. ശാസ്ത്ര സത്യങ്ങൾ അനവധി ശാസ്ത്രം കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്ന പുസ്തകമാണ്. ഈ ലോകം പരന്നതാണ് എന്ന് നൂറ്റാണ്ടുകൾ മനുഷ്യൻ വിശ്വസിച്ചിരുന്നപ്പോൾ സഹസ്രാബ്ദം മുമ്പേ ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തി വെച്ചു. ഭൂമി വൃത്താകാരത്തിലുള്ളതാണ്, ഉരുണ്ടതാണ്, അത് ശൂന്യതയിലാണ് നിൽക്കുന്നത്. ഇങ്ങനെയുള്ളതായിരിക്കും യാഥാർത്ഥ്യങ്ങളൊക്കെ മുന്നേ പഠിപ്പിച്ചില്ലേ ദൈവത്തിൻ്റെ വചനം? ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ശാസ്ത്രം ഇന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങളാണ്. എങ്കിലും അതിനെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ ആധികാരികമായി പറഞ്ഞു തരുവാനായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ കഴിയുന്നുണ്ട്. ഇനി ഒരു സാധാരണക്കാരനായ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നം അതെങ്ങനെ പരിഹരിക്കണമെന്നറിയാൻ മറ്റെവിടെയും അന്വേഷിച്ച് പോകേണ്ടതില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ അന്വേഷിച്ചാൽ മതി. ആ പ്രശ്നപരിഹാരത്തിനുള്ള മാർഗം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഏത് വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ചാലും ഉത്തരം പറഞ്ഞു തരുവാൻ കഴിയുന്ന അതുല്യമായിരിക്കുന്ന ഒരു പുസ്തകമാണ് ദൈവത്തിൻ്റെ വചനം. മനുഷ്യൻ എല്ലാ കാലത്തുമുള്ള അന്വേഷണമാണ് ദൈവാന്വേഷണം. ദൈവത്തെ അന്വേഷിച്ച് മലകളിലും ഗുഹകളിലും മനുഷ്യൻ അങ്ങനെ തപസ്സിരിക്കുകയും കഠിനമായ പ്രയത്നങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവം ആരാണെന്നും ദൈവം എങ്ങനെയുള്ളവനാണെന്നും ദൈവത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നും ഒക്കെ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നുണ്ട്. പ്രിയമുള്ളവർ, ഏത് വിഷയത്തെക്കുറിച്ചും പറഞ്ഞു തരുവാനും പഠിപ്പിക്കുവാനും കഴിവുള്ള പൂർണ്ണതയുള്ള ഒരു പുസ്തകമാണ് ദൈവത്തിൻ്റെ വചനം. ഈ ദൈവവചനം ദൈവത്തെക്കുറിച്ച് പറയുന്നത് ദൈവം നിത്യനാണെന്നും അവൻ നീതിമാനാണെന്നും അവൻ ന്യായാധിപനാണെന്നും അവൻ ന്യായം വിധിക്കുവാൻ പോകുന്നുവെന്നും സകല ജഡത്തെയും ന്യായം വിധിച്ച് ശിക്ഷാസ്ഥലമായ നിത്യനരകാഗ്നിയിലേക്ക് പറഞ്ഞയക്കുവാൻ പോകുന്നു എന്നൊക്കെയും ഈ ദൈവത്തെക്കുറിച്ച് ദൈവവചനം പറഞ്ഞു തരുന്നുണ്ട്. അതേ പ്രിയമുള്ളവരെ, എല്ലാ മനുഷ്യർക്കും അവരുടെ ജീവിതത്തിൻ്റെ സകല രഹസ്യമായി ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതായ ഒരു സമയമുണ്ട്. അവിടെ പരസ്യവും രഹസ്യമായ എല്ലാ വിഷയങ്ങളും വിസ്തരിക്കപ്പെടുകയും കുറ്റങ്ങൾ തെളിയിക്കപ്പെടുകയും ശിക്ഷയായ നിത്യനരകാഗ്നിയിലേക്ക് പോകേണ്ടതായിട്ട് വരികയും ചെയ്യും. എന്നാൽ ഇപ്പോൾ നമുക്കൊരു വലിയ സാധ്യതയുണ്ട്. ഈ ദൈവം നമുക്കൊരു വലിയ സാധ്യതയുടെ വാതിൽ തുറന്നിട്ടിരിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. ന്യായവിധിയുണ്ട് എന്ന് മാത്രം പറഞ്ഞ്, ശിക്ഷയുണ്ട് എന്ന് മാത്രം പറഞ്ഞ് മനുഷ്യനെ ഭയപ്പെടുത്തി പറഞ്ഞയക്കുകയല്ല ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവം മനുഷ്യർക്കായ ഒരു രക്ഷാമാർഗം തുറന്നിരിക്കുന്നു. ആ രക്ഷാമാർഗം സ്വീകരിക്കേണ്ടത് ഇങ്ങനെയാണ് എന്നിങ്ങനെയുള്ള വാർത്ത കൂടെ ഈ ദൈവവചനം നമ്മളോട് പറയുന്നുണ്ട്. അതെ, മനുഷ്യരെല്ലാവരും മാനസാന്തരപ്പെടണമെന്ന്, എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം കൽപ്പിക്കുന്നു എന്ന് ദൈവവചനം പറയുന്നു. അതെ, നമ്മുടെ പാപങ്ങൾ അതെ ചെറുതോ വലുതോ ആയിരിക്കാം, ഒരുപക്ഷെ ഹൃദയങ്ങളിൽ ഉത്ഭവിച്ച ഒരു ചിന്തയായിരിക്കാം, നമ്മുടെ വായിൽ വന്നൊരു വാക്കായിരിക്കാം,
നമ്മുടെ ക്രിയകളിലൂടെ വന്ന തെറ്റുകളായിരിക്കാം, നമ്മുടെ ആലോചനകളിലോ കാഴ്ചകളിലോ വന്ന തെറ്റുകളായിരിക്കാം. എന്നാൽ ദൈവം ഇതെല്ലാം കുറിച്ച് വച്ചിരിക്കുന്നു. എന്നാൽ ഈ തെറ്റുകൾക്ക് തരേണ്ടതായിരിക്കുന്ന ശിക്ഷ നിത്യമായ നരകമാണെന്നറിഞ്ഞ ദൈവം നമ്മെ സ്നേഹിക്കാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരികയും നമ്മുടെ പാപപരിഹാരത്തിനായി കാൽവരിയിലെ ക്രൂശിൽ ഒരു കുറ്റവാളിയെപ്പോലെ പരിശുദ്ധനായിരിക്കുന്ന രക്ഷിതാവ് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത് ശിക്ഷയേൽക്കുകയും പ്രായശ്ചിത്തം ചെയ്യുകയും മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തിരിക്കുന്നു. ഈ യാഥാർത്ഥ്യങ്ങളെ വിശ്വസിക്കുന്നുവെങ്കിൽ താങ്കൾക്കും ലഭിക്കും രക്ഷ, നിത്യസ്വർഗം, നിത്യസൗഭാഗ്യം, നിത്യസമാധാനം. ഈ ജീവിതത്തിൽ നമ്മൾക്ക് എവിടെയും കണ്ടെത്തുവാൻ കഴിയാത്ത സമാധാനവും സന്തോഷവും കണ്ടെത്തുവാനായിട്ട് ആ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മതി. അസമാധാനത്തിൽ കഴിയുന്ന ജനത്തിനുള്ള പ്രത്യാശ ഇതാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും തങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനം നിറച്ചു തരുന്ന കർത്താവായ യേശുക്രിസ്തു സമീപമുണ്ട് എന്നുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും. മനുഷ്യൻ ചെയ്യുന്ന ഏതെങ്കിലും പുണ്യപ്രവർത്തികളുടെ അടിസ്ഥാനത്തിലല്ല മനുഷ്യൻ രക്ഷയുള്ളത്. മനുഷ്യൻ ചെയ്യുന്ന നന്മയുടെ അടിസ്ഥാനത്തിലല്ല, മനുഷ്യൻ ചെയ്യുന്ന ഭക്തിയുടെ അടിസ്ഥാനത്തിലല്ല, നന്നായി ജീവിക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല മനുഷ്യന് പാപമോചനം ഇരിക്കുന്നത്. മനുഷ്യന് പാപമോചനം ലഭ്യമാകുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത മരണത്തിലൂടെയാണ്. അവൻ നിങ്ങൾക്കായി മരിച്ചു, അവൻ എനിക്കായി മരിച്ചു. നാം അത് അംഗീകരിക്കുന്നുവെങ്കിൽ, വിശ്വസിക്കുന്നുവെങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും അവൻ രക്ഷിതാവാണ് എന്നുള്ള യാഥാർത്ഥ്യവും നാം അംഗീകരിക്കുന്നുവെങ്കിൽ നമുക്ക് പാപമോചനവും നിത്യസ്വർഗം ലഭിക്കുവാനായിട്ടിടയായിത്തീരും. ഈ നിലയിലുള്ള നന്മയൊക്കെയും ഈ ദൈവവചനമാകുന്ന പുസ്തകം ബൈബിൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് തരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മളെ രക്ഷിക്കുവാൻ ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. അത് പൂർണ്ണതയുള്ളതാണ്, തികഞ്ഞതാണ്, സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. നമ്മുടെ ജീവിതവും നമ്മുടെ സാഹചര്യവും എല്ലാം കാണിച്ചു തരുന്ന കണ്ണാടിയാണ്. അതുകൊണ്ട് ഈ ദൈവവചനം നിസ്തുല്യ ഗ്രന്ഥമാണ്. ഇതിനെ വായിക്കുകയും വായിച്ചു കേൾപ്പിക്കുകയും പ്രമാണിക്കുകയും ചെയ്യുന്നവരൊക്കെയും ധന്യരാകും, അനുഗ്രഹീതരായിത്തീരും. ആ നിലയിൽ ദൈവം ഒരുക്കുന്ന ഈ അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാൻ തക്കോണം കർത്താവായ യേശുക്രിസ്തു നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. നല്ല ഇടയൻ തന്നാടുകൾക്ക് ഇല്ലൊരു ഖേദം ഇനി, പച്ചയാം പുൽപ്പുറം തന്നിടുന്നു, മെച്ചമായി പോറ്റിയിടുന്നു. നീ മദീനാഥാ യേശുദേവാ. ബൈബിൾ ഒരു അത്ഭുത ഗ്രന്ഥമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ബൈബിൾ. ബൈബിൾ മേടിച്ച് വീടുകളിൽ ഭദ്രമായിട്ട് സൂക്ഷിക്കുവാനായിട്ടുള്ള ഒരു പുസ്തകമല്ല. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ തുറന്നു വായിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ തുറന്നു വായിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ബൈബിൾ നമ്മുടെ ജീവിതത്തെ വ്യതിയാനം വരുത്തുന്നു. ബൈബിൾ എന്തുകൊണ്ട് അത്ഭുത ഗ്രന്ഥമായിട്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമാണ് ബൈബിൾ. കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷാകര പദ്ധതിയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഏക ഗ്രന്ഥമാണ് ബൈബിൾ. ആ ബൈബിൾ വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഒരു പാപിയായ മനുഷ്യനാണ്. നാം സന്ദേശത്തിലൂടെ കേൾക്കുകയുണ്ടായി, ബൈബിൾ ഒരു കണ്ണാടിയാണ്. നമ്മുടെ യഥാർത്ഥ മുഖം എന്താണ് എന്ന് ബൈബിൾ നമുക്ക് കാണിച്ചു നൽകുന്നു. നാം പാപികളാണ്. ദൈവത്തോട് അടുക്കുവാനായിട്ട് ഒരു പാപിയായ മനുഷ്യന് കഴിയുകയില്ല. എങ്ങനെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുവാൻ, ദൈവത്തോട് അടുക്കുവാനായിട്ട് ഒരു പാപിയായ മനുഷ്യന് കഴിയുന്നത് എന്ന് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. തിരുവെഴുത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ രക്തമാണ് നമ്മുടെ പാപത്തിൻ്റെ കറകളെ കഴുകി ശുദ്ധീകരിക്കുന്നത്. ആ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ദൈവത്തിൻ്റെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. ഒരു നിമിഷം നിങ്ങൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും
കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതുമെന്നുള്ളത് സുനിശ്ചിതമാണ്. കർത്താവിനോട് ഇങ്ങനെ പറയുമോ, കർത്താവേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്. എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ, എൻ്റെ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുവാനാണ് അവിടുന്ന് കാൽവരിയിലെ ക്രൂശിൽ ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് അവിടുന്ന് മരിച്ചു, അവിടുന്ന് അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ആരെങ്കിലും വിശ്വസിച്ചാൽ അവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. ഇത് പഠിപ്പിക്കുന്ന ഒരു അത്ഭുത ഗ്രന്ഥമാണ് ബൈബിൾ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കി മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ ഏവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ബൈബിൾ അത് അത്ഭുത ഗ്രന്ഥമാണ് എന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം. മനുഷ്യൻ്റെ പാപത്തെക്കുറിച്ചും മനുഷ്യൻ്റെ വീഴ്ചയെക്കുറിച്ചും മനുഷ്യൻ്റെ രക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏക പുസ്തകമായതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. കർത്താവെ, പാപിയായ മനുഷ്യന് രക്ഷിക്കപ്പെടുവാൻ കർത്താവായ യേശുക്രിസ്തു എന്ന ഏക മാർഗം മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങളെ മനസ്സിലാക്കി തന്നു ഓർത്ത് സ്തോത്രം. കർത്താവിനെ സ്വന്തം നാഥനും രക്ഷിതാവുമായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ മകനായി തീരുവാൻ, മകളായി തീരുവാൻ അവിടെ ഞങ്ങളേവരെയും സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും അവിടുന്ന് കേട്ടതോർത്ത് സ്തോത്രം. എല്ലാ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ വചന സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം: അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ്, 87 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamaya@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ മുഖേന ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റു സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുന്നതിനായി സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സത്യം സത്യമായി